ആകെ അറിയാവുന്ന 2 സ്റ്റെപ്പാണ്. 2 പേട്ടത്തോടെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. എന്താ പിക്കപ്പ് ലൈൻ ഞാൻ നിർത്തി. ഈ മീഡിയ ഒക്കെ ഉണ്ട്, പിക്കപ്പ് ലൈൻ പറഞ്ഞാൽ അവർ ക്യാപ്ഷനൊക്കെ വേറെ ഒക്കെ ഇടും അല്ലേ. ഞാൻ ലാസ്റ്റ് പറയാം. ഇനി ജയശ്രീക്ക് കൊടുക്കാം. പായസത്തിലുണ്ട് മുന്തിരി, പുറത്തുണ്ട് മണ്ടരി, നീയല്ലേ എന്റെ സുന്ദരി. ഇവിടെ കിടന്ന് ഞാൻ മെഴുകി എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ സംഭവം മോശമാണേലും നിങ്ങളുടെ മുമ്പിൽ മോശമാകാൻ എനിക്ക് ഇഷ്ടം. പുഷ്പം ഞാൻ വിറവല് വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറഞ്ഞു കുറേ നാളായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സെന്റ് ട്രീസസിൽ വരണമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആ കേസ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ധ്യാൻ ചേട്ടനോട്, ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ഈ മണ്ണിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്നത്. അന്ന് എനിക്ക് ആ വൈബ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സെന്റ് ട്രീസസിൽ പോയാലോ എന്നിങ്ങനെ ആലോചിച്ചു. ഇത്ര വേഗം വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അഗൈൻ അടുത്തൊരു സിനിമയുടെ പ്രൊമോഷൻസ് ആയിട്ട്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഓഗസ്റ്റ് 8-ാം തീയതി റിലീസ് അടുക്കുന്നതുകൊണ്ടാണോ അതോ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല. എനിക്ക് മൊത്തത്തിലൊരു വിറവലുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഹലോ ഗേൾസ്, ഹലോ സെന്റ് ട്രീസസ്, താങ്ക് യു സോ മച്ച്. ഓഗസ്റ്റ് 8-ാം തീയതി നമ്മളുടെ സിനിമ സാഹസം ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ തിയേറ്റേഴ്സിൽ റിലീസ് ആവുകയാണ്. അപ്പൊ പോയി കാണുമോ? അത് വിളിക്കാതെ കാണുമോ? ഞങ്ങൾ ഈ കുറച്ചു പേരല്ല, ഒരു 10-14 ആർട്ടിസ്റ്റുകൾ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് അറിയാത്ത എഗൈൻ ഒരു 10-12 പേര്, ഒരു 10-45 ദിവസത്തെ കഷ്ടപ്പാട്, നല്ലോണം പണിയെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവകളെല്ലാം ചേർത്ത്, അതിപ്പോൾ ആക്ഷനാണ് ആക്ഷൻ, ഡ്രാമയാണ് ഡ്രാമ, സസ്പെൻസ് ആണ് സസ്പെൻസ്, റൊമാൻസിന് റൊമാൻസ്. പക്ഷെ അത് മിസ്റ്റർ റംസാന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാ ചേരുവകളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയെ കൊണ്ടുവരികയാണ്. അതാണ് സാഹസം. കണ്ട വാക്കുകൾ കിട്ടുന്നില്ല. കാര്യം നിങ്ങൾ ഇത്രയും പേര് കണ്ടു കഴിഞ്ഞാൽ തന്നെ എറണാകുളത്ത് നമ്മുടെ പടം സൂപ്പർ ഹിറ്റാണ് എന്നുള്ള കാര്യം ഞങ്ങൾ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് വേണം. നിങ്ങൾ എല്ലാവരും ഓഗസ്റ്റ് 8, 9, 10 തീയതികളിൽ, 8-ാം തീയതി തന്നെ പോയി കാണുമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. 8, 9, 10 തീയതികളിൽ നിങ്ങൾ എല്ലാവരും സാഹസം തിയേറ്ററിൽ പോയി കാണുമോ? ഉറപ്പാണോ? വിശ്വസിക്കാമോ? ഇല്ലെന്നോ? വിശ്വസിക്കാമോ? സത്യം ചെയ്യുമോ? എന്നാ റംസാന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യുമോ? ഞങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പോകുന്ന കോളേജിൽ എല്ലാവരും കൊണ്ട് സത്യം ചെയ്യിക്കാറുണ്ട്. ഞാൻ പറയുന്ന കാര്യം റംസാന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യുമോ? എന്നാ കൈ എല്ലാവരും നീട്ടി പിടിച്ചേ. കൈ നീട്ടി പിടിക്കും. സത്യം ചെയ്യാൻ കൈ നീട്ടി പിടിച്ചേ. കൈ നീട്ടി പിടിക്കും. ടീച്ചേഴ്സ് നീട്ടണ്ട, വെറുതെ. കുട്ടികളെല്ലാം കൈ നീട്ടി പിടിച്ചേ. ഇല്ല, റംസാൻ നിന്നോട് സ്നേഹമില്ലടാ. ഞാൻ വിചാരിച്ചു നിന്നെ കാണുമ്പോ നിന്റെ സിനിമ കാണാനുള്ള ആഗ്രഹത്തിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടാവും. അവർ അറ്റ്ലീസ്റ്റ് കാര്യം റംസാന്റെ കരിയറിലെ അടുത്തൊരു ബിഗ് സ്റ്റെപ്പ് വെക്കുവാണ്. നായകനായിട്ട് എനിക്ക് തോന്നുന്നു റംസാൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ബിഗ് സപ്പോർട്ട് റംസാൻ. ബാക്കിയുള്ള എല്ലാവർക്കും ഇത് അവരവരുടെ കരിയറിനെ സംബന്ധിച്ച് അടുത്തൊരു സ്റ്റെപ്പാണ്. റംസാൻ ആണെങ്കിലും എനിക്കാണെങ്കിലും ഹരിക്കാണെങ്കിലും ജയശ്രീക്കാണെങ്കിലും പിന്നെ ഒരുപാട് നാളിന് ശേഷം നിങ്ങളുടെ ഇവിടുത്തെ സൂപ്പർ സീനിയർ
നിങ്ങളെ കാണാനും ഞങ്ങൾ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്നേഹം ഓഗസ്റ്റ് 8 സത്യം ചെയ്യാൻ അത് ഞാൻ വിട്ടു. ഓഗസ്റ്റ് 8 തീയതി നിങ്ങൾ പോയി കാണും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മൈക്ക് റംസാന് കൊടുക്കാം അല്ലേ? ഈ കൂക്കുവിളിയിലൊന്നും ഒരു കാര്യമില്ലടാ, നിന്നോട് സ്നേഹമില്ല. ഹലോ, ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ഉമ്മാണ് സത്യം. ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചൊരു വേദിയിൽ ഒരു മുമ്പ് നിന്നിട്ടില്ല. ഓഗസ്റ്റ് 8 എന്നൊക്കെ അറിയാം, നാളെ കഴിഞ്ഞാണ് പടം ഇറങ്ങുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ സിനിമയെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും അറ്റ് ദ എൻഡ് നിങ്ങളാണ് സിനിമയിലെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് കൂടുതൽ സിനിമയെ പറ്റി ഒന്നും പറയാനില്ല. സിനിമ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പം എന്താ പറയാ, പടം കാണോ? കാണൂല? കാണൂലേ? ഞാന് ഈ പാട്ടിടുമ്പോൾ ഡാൻസ് കളിക്കുന്ന പോലെ അല്ല, ഒരു സിനിമയിലെ ഒരു മെയിൻ ലീഡ് കഥാപാത്രമായിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കണ്ടില്ലേ വെള്ളി വീഴുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കുറേ ജോണേഴ്സ് ഇറങ്ങിയിട്ടുള്ള ഒരു പടമാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സോ എന്നെ പോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇതൊരു അടുത്തൊരു സ്റ്റെപ്പ് ആവുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ, ഞാൻ പറഞ്ഞ കൊളാക്കുന്നില്ല. അവൻ ചാടിട്ട് നിൽക്കണോ വന്നിട്ട്? കാർത്തിയോ ഹരിയോ? ഒരാളുടെ പേര് ഉറക്കെ പറ. ഹരി. ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കോളേജിൻ്റെ അകത്ത് അത് സാധിച്ചതിൽ വളരെ സന്തോഷം. എനിക്ക് ജീവാപ്രധാനെ പോലെ ഒരു 3 പേജ് എസ്സേ ഒന്നും ഇവിടെ പറയാൻ അറിയില്ല. പുള്ളി ഓൾറെഡി കുറേ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം പഠിച്ച് കാണാതെ വെച്ചിട്ടുണ്ട്. ഇത് എനിക്കറിയില്ല. ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പപ്പൻ എന്നാണ്. ഇതിൽ റംസാൻ്റെയും ഇവിടെ വന്നിട്ടില്ല. ശബരി ചേട്ടൻ, പുള്ളിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് വരാത്തതാണ്. ശബരി ചേട്ടൻ്റെ റംസാൻ്റെയും റൂംമേറ്റായിട്ടാണ് ഞാനിതിൽ അഭിനയിക്കുന്നത്. ബാക്കി എന്തോന്ന് പറഞ്ഞാൽ മറന്നു. നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ ഞാൻ ഇത്രയും ഭംഗിയുള്ള കുട്ടികളൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ വളരെ സന്തോഷമില്ലാതെ ഭംഗിയുള്ള കുട്ടികളെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് 8 തീയതി പടം കാണില്ലേ? അത് പറയുമ്പോൾ മാത്രം എന്താ ഒരു തണുത്ത ആന്നൊക്കെ പടം കാണില്ലേ? കാണില്ലേ? റംസാന്റെ തലത്തോട് സത്യം ചെയ്യണ്ട. അതുകൊണ്ടായിരിക്കും നിങ്ങൾ പടം കാണുന്നത്. റംസാൻ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. നിങ്ങൾ കാണുമല്ലോ. എനിക്ക് വേണ്ടി കാണില്ലേ? കാണൂലേ? 2 ദിവസമൊന്നുമില്ല, 2 ദിവസമുണ്ട് പടം കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. എനിക്കിവിടെ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. ഇനി ആർക്ക് കൊടുക്കണം? ആർക്ക് കൊടുക്കണം? അത് ഞാനല്ലേ. അടുത്ത് ഞാൻ കാർത്തിക്കിന് കൊടുക്കാം. കാർത്തികിന് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. കാർത്തിക് കേൾക്കുന്നുണ്ടെങ്കിൽ അടുപ്പിലുണ്ട് കരി, തറയിലിരിക്കാൻ വിരി, എനിക്കിഷ്ടമുള്ള ചിരി. ഇത് ഒഴിച്ച് വേറെ ഏത് പിക്കപ്പ് ചെയ്യാനാണെങ്കിൽ അടിച്ചത് എല്ലാ കോളേജിലും അടിച്ചതാണ്. പാട്ടുപാടം വീണ, പല്ല് തേക്കാൻ പോണ, നീയിലേക്ക് ക്ഷീണ. ഇത് 2 വെച്ച് ബാക്കി എന്നുള്ള പറഞ്ഞോളൂ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവൻ രാത്രി എന്നോട് ചോദിച്ച് പഠിക്കും പുതിയ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ഞാൻ പിക്കപ്പിലൊക്കെ നിർത്തി, ഇവന്മാരെന്നെ കളയാക്കോട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കൊച്ചിയിൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് കൊച്ചിയിലെ സുന്ദരിമാരൊക്കെ ഈ മതിൽക്കെട്ടിൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അതും ഒരു സിനിമയുടെ ഭാഗമായിട്ട് പുതിയൊരു ലോകമാണ് എൻ്റെ സിനിമ. അപ്പോൾ കുറേ കാര്യം പഠിച്ചു വരുന്നു. അപ്പോൾ ബാക്കി നിങ്ങളാണ് പറയേണ്ടത്. സിനിമ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ കണ്ടിട്ട് പറയുക. ഓഗസ്റ്റ് 8 തീയതി കാണുക, അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു. ഇനി ആർക്കാ? എന്താ പിക്കപ്പ് ലൈൻ ഞാൻ നിർത്തി. ഈ മീഡിയ ഒക്കെ ഉണ്ട്. പിക്കപ്പ് ലൈൻ പറഞ്ഞാൽ അവർ ക്യാപ്ഷനൊക്കെ വേറെയൊക്കെ ഇടും അല്ലേ? ഞാൻ ലാസ്റ്റ് പറയാം. ഇനി ജയശ്രീക്ക് കൊടുക്കാം. സെന്റ് അനാസസിൽ വരാൻ പറ്റിയ ഒരുപാട് സന്തോഷം.
കാരണം സത്യരാജ് സസി പറഞ്ഞ പോലെ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു ഒരു ഹൈ ലെവലിൽ നിൽക്കുന്നതാണ്. ഞാൻ ക്രൈസ്റ്റിലാണ് പഠിച്ചത്. അന്ന് ഫസ്റ്റ് ഇയർ ഇവിടെ മത്സരത്തിന് ഇവിടെ വന്ന് ഇവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേറെ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സാഹസത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്താൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ എനർജിക്ക് താങ്ക് യു സോ മച്ച്. സാഹസം എന്ന സിനിമയിൽ പ്രിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു IT എംപ്ലോയി ആയിട്ട് ശബരീഷ് ചേട്ടൻ, റംസാൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ്, സജിൻ ചേട്ടൻ, അങ്ങനെ അവരുടെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണ്. പല ട്രാക്സിൻ്റെ ഇവർ പല പ്രാവശ്യം പറഞ്ഞു. അതുപോലെ ഒരു ട്രാക്കിലാണ് IT കമ്പനിയുടെ വരുന്ന ഒരു ട്രാക്കിലാണ് എൻ്റെ ക്യാരക്ടർ വരുന്നത്. എൻ്റെ ക്യാരക്ടറും ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരുടെ അടുത്തും വാഗ്ദാനം ചെയ്ത പോലെ നിങ്ങൾ സിനിമ കാണണം. തിയേറ്ററിൽ 8-ാം തീയതി, 9-ാം തീയതി, 10-ാം തീയതി ആയിട്ട് സാഹസം തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാണൂലേ? മതി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണുക. എൻ്റർടൈനർ ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. സോ നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്രയും ഷൈനിങ് സ്റ്റാർസിന്റെ മുമ്പിൽ കണ്ണ് കിട്ടാതിരിക്കാൻ എന്നെ ഇറക്കി വിട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഐ എം നോട്ട് സോ യൂസ്ഡ് ടു ദിസ്, ബട്ട് I can never miss this chance to introduce my friend who is also a part of our Theresian family. It's none other than Tessa Joseph. Tessa നമ്മുടെ അലുമിനിയാണ്. She is from the sociology department. ടെസ്സിനെ കുറിച്ച് ഇവിടെ ഉള്ളപ്പോൾ എന്തായാലും 2 വാക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? കുറച്ചൊക്കെ ഫിൽറ്റർ ഇട്ട് പറയാനായിട്ടുണ്ട്. ബട്ട് ടെസ്സ ഇവിടെ ഉണ്ടായിരുന്നപ്പം, യൂണിയനിൽ ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് 2-3 രസകരമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ നിങ്ങൾക്കറിയാമല്ലോ, UG റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ അറിയാം, നമുക്കിങ്ങനെ പോയിന്റ്സ് ഉണ്ട് അല്ലേ? തെരേസിയൻ വീക്കിന് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് UG, സെക്കൻഡ് UG. അപ്പം സംഭവം നമ്മൾ എങ്ങനെയെങ്കിലും ആൾക്കാരെ കൊടുക്കണം, അല്ലെങ്കിൽ നെഗറ്റീവ് പോയിന്റ്സ് കിട്ടും. അപ്പം ടെസ് ഇങ്ങനെ ഓടി നടക്കുകയാണ് ഓരോരുത്തർക്കും വേണ്ടി, കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഓരോരുത്തർ ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കാൻ നേരത്ത് ആരെയും കാർട്ടൂൺ ഡ്രോയിങ്ങിന് കിട്ടിയില്ല. അങ്ങനെ ഒരു തരി പോലും കാർട്ടൂൺ അറിയാത്ത എന്നെ പിടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പോയി വരയ്ക്കടേ എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ ചെന്ന് നിന്നപ്പോൾ ഞാൻ നോക്കാൻ നേരത്ത് ചാർട്ട് പേപ്പർ വേണം, മറ്റേ ഇതൊക്കെ വേണം. ഞാൻ പറഞ്ഞു, ടെസ്സ ചാർട്ട് പേപ്പറും ഇല്ല, പിന്നെ ഈ ഡ്രോയിങ്ങിന് ഇടയിൽ ഒന്ന് പോയി വേഗം മേടിച്ചിട്ട് പോയി ഇടിക്കടേ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കാർട്ടൂൺ ഡ്രോയിങ്ങിന് ചേർത്തു. അവിടെ ചെന്നപ്പോഴേക്കും എന്തൊക്കെയോ കാര്യങ്ങൾ അവർ വരയ്ക്കാൻ പറഞ്ഞു. ഞാനൊരു വര വരച്ചു, ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചു, 2 കോല് വരച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ടെസ്സ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. അതിനുശേഷം മിസ് തെരേസിയൻ കോൺടെസ്റ്റിൽ അന്ന് നിൽക്കാം എന്ന് പറഞ്ഞ ഒരു കുട്ടി എന്ത് കാരണം കൊണ്ടോ വന്നില്ല. എനിക്ക് സ്റ്റിൽ ഓർമ്മയുണ്ട്, ടെസ്സ എവിടെന്നോ ഒരു സാരിയൊക്കെ മേടിച്ച് ഈ റാമ്പിലൂടെ ഇങ്ങനെ നടന്നൊരു ടെസ്സേനെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്നും ഇന്നും ഒരു ഷൈനിങ് സ്റ്റാറായി ഇവിടെ എപ്പോഴും ഉള്ള ടെസ്സയെ ഐ ഫീൽ സോ ഓണേർഡ്, സോ പ്രിവിലേജ്. അത് മാത്രമല്ല, എനിക്ക് ഇവിടെ നിന്നുള്ള പരിചയമല്ല, ഞങ്ങൾ LKG തൊട്ട് ഒരുമിച്ച് പഠിച്ചവരാണ് ആക്ച്വലി. സോ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ആൻഡ് ടെസ്സയുടെ ആക്ടിങ്ങിനെ കുറിച്ച് ടെക്നിക്കലി എനിക്കൊന്നും പറയാനില്ല, ബിക്കോസ് ഞാൻ ടെസ്സേനെ എപ്പോഴും സ്ക്രീനിൽ കാണുമ്പം ഐ സീ മൈ ഫ്രണ്ട്. ആൻഡ് ഐ ഷുഡ് ടെൽ യു ദാറ്റ് ആസ് എ തെരേസിയൻ ആൻഡ് ആസ് മൈ ഫ്രണ്ട്, she is a lovely human being and a very true friend. And I'm so glad that you're here on this stage and we're sharing this stage. I got the opportunity to, welcome you and all the best for everything, Tessa. Fare well and all the best for the team Samsung also. Thank you so much. Over to Tessa. Thank you so much, Georgia. That was lovely. My fellow Theresians and the coolest girls in Kochi. കുറേ വർഷങ്ങൾ മുമ്പിലെ നിങ്ങൾ ഇരിക്കുന്ന പോലെ ഞാനും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രൊമോഷനായിട്ടൊക്കെ ആൾക്കാരൊക്കെ വരുമായിരുന്നു. നമ്മുടെ ചാക്കോച്ചൻ, ലാലേട്ടൻ ഇവരൊക്കെ വരുമ്പോൾ ഞങ്ങളും അവിടെ നിന്ന് കുറേ വായി നോക്കിയിട്ടുണ്ട്, കുറേ കമൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന് എനിക്ക് ഏകദേശം ഊഹിക്കാം. ഇവിടെ നിൽക്കുമ്പോൾ അനുഭവം വേറെയാണ്. നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഇവരെല്ലാം ഒന്ന് കുറച്ച് ഇവരുടെ ഹാർട്ട് ബീറ്റ് എനിക്ക് ഇവിടെ മുമ്പേ കേൾക്കാം. 3 ദിവസം മുമ്പ് തുടങ്ങിയ ഈ ചെക്കന്മാരുടെ അവിടെ പ്ലാനിങ്, എന്തിടണം, എന്ത് ഹെയർ സ്റ്റൈൽ വേണം എന്നൊക്കെ. അപ്പോൾ 9th ഞാനിവിടെ വരുന്നുണ്ട് അലുമിനായി മീറ്റിന്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ട് എന്നോട് ഒന്ന് അഭിപ്രായം പറയണം. ആ അഭിപ്രായത്തിൽ ഞാൻ ഇവരെ അറിയിച്ചോളാം. ഓക്കെ? അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും 8-ാം തീയതി പോയി സാഹസം കാണണം. നമ്മളെല്ലാം
എൻകറേജ് ചെയ്യണം. വീണ്ടും 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 നിങ്ങളെയൊക്കെ ഇനിയും കാണാനായിട്ട് ഞാനിവിടെ വരും. അതുവരെ വണക്കം. ഫസ്റ്റ് ഓഫ് നമ്മുടെ സ്വന്തം കാർത്തിക്കിനോട് തന്നെ ആയിരിക്കും ഒരു പിക്കപ്പ് ലൈനെങ്കിലും. ഞാൻ എല്ലാ കോളേജിലും പറഞ്ഞായിരുന്നു പിക്കപ്പ് ലൈൻ്റെ കാലം കഴിഞ്ഞു, പക്ഷെ ആരും പറയാണ്ട് വിടാറില്ല. അപ്പോൾ പറയണോ? എന്നാ ഒരാൾ സ്റ്റേജിൽ വന്ന് ഞാൻ പറയാം. ഓടി വന്നോളൂ. ഓക്കെ, നമുക്കൊരാൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. വലിയൊരു കൈയ്യടി കൊടുത്താലോ? ആരും വരില്ലാന്ന് വിചാരിച്ചാ പറഞ്ഞത്. എന്താ പേര്? ആണോ? മൈക്ക് വേണ്ടല്ലോ അല്ലേ? എന്താ പേര്? ജീന. ഓക്കെ ജീന. പായസത്തിലുണ്ട് മുന്തിരി, പുറത്തുണ്ട് മണ്ടരി, നീയല്ലേ എൻ്റെ സുന്ദരി. ഓർമ്മത്തിൽ നിർത്തിയാ മതിയോ? മതി മതി, ഓർമ്മത്തിൽ നിർത്തിയാ മതിയോ? ഒരെണ്ണം കൂടി. ഇനി എൻ്റെ ഇല്ല സത്യം. നമ്മുടെ റിക്വസ്റ്റ് ആണ്, ഒരെണ്ണം കൂടി. സത്യമാരെല്ലാം സ്പോയിലറാക്കി. എൻ്റെ സത്യം, ഞാൻ പിന്നെ ഒരു ദിവസം വന്നിട്ട് ഇതിനു വേണ്ടി വരാം. ഓക്കെ, പിന്നെ ഒരു ദിവസം സ്പെഷ്യൽ ആയിട്ട് കാർത്തിക് ഇതിനു വേണ്ടി മാത്രം വരുന്നതായിരിക്കും. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ഡേ. ഇനി എല്ലാരും കൂടി ഒരു കളിച്ച പോരെ ലാസ്റ്റ് പോണോ? സോളോയോ? ഇത് ലാസ്റ്റ് എന്റെ കലോത്സവമായിട്ട് മാറും. അത് വേണ്ട. സോളോയോ? ഏത് പാട്ട്? പുഷ്പം. ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യേണ്ടതാണ്. ഞാനിങ്ങനെ ചെറുപ്പം തൊട്ട് എനിക്കൊരു നാട്ടിലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സ്കൂളിലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ. പിന്നെ ഇങ്ങനെ കൂടെ ഫുൾ വന്നു. താങ്ക് യു മോളെ. ഓണമോട് ഇത്രയും നന്നായിട്ട് ഔട്ട് കൊടുക്കാൻ പറ്റിയത് എൻ്റെ കൂടെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് അവൻ നിന്നോണ്ടാണ്. അസോസിയേറ്റ് ഒന്നും വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഒരുമിച്ച് കുറെ വർക്ക് ചെയ്തു. സോ ഈവൻ ബ്രഹ്മയുഗം അങ്ങനെ ഓരോ പടങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് നമ്മുടെ ടീം അവിടെ സൂപ്പർ 35 എന്ന് പറഞ്ഞിട്ട് അവരാണ് അതിൻ്റെ പ്രീ തൊട്ട് നമ്മുടെ കൂടെ നിന്നത്. അതിൻ്റെ സിനിമോട്ടോഗ്രാഫി, പോസ്റ്റ് പ്രൊഡക്ഷൻ, എഡിറ്റിംഗ് എല്ലാം. സോ നമ്മുടെ പിള്ളേർ കൂടെ ഉണ്ട് കുറച്ച് പേര്. സോ താങ്ക് യു ഗൈസ്. കാരണം ഇതൊന്നും അങ്ങനെ എല്ലാ രീതിയിലും പറയാനുള്ള അവസരങ്ങൾ കിട്ടാറില്ല. അപ്പോ അതിപ്പോ കളിക്കാൻ നാളെ കഴിഞ്ഞ് ഏത് മൂട് സാഹസം കൂടും. ഏത് മൂട്? ഞാൻ ഇവിടെ നിന്നപ്പോ കുറച്ച് പിള്ളേരെ സ്റ്റെപ്പ് ഓടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. വാ ഒളിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടു. സോ മാത്രമേ ഉള്ളൂ. അതും പ്രത്യേകിച്ച് ഒരു എനിക്ക് ആകെ അറിയാവുന്ന 2 സ്റ്റെപ്പാണ്. 2 പേട്ടത്തോടെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. Mood
പക്ഷേ സംഭവം മോശമാണേലും നിങ്ങളുടെ മുമ്പിൽ മോശമാകാൻ എനിക്ക് ഇഷ്ടം. അതാണ് തെരേസ്യൻസ് നൽകുന്ന എനർജി കേട്ടോ. താങ്ക് യു. അതല്ലെങ്കിലും അങ്ങനെ തെരേസ്യൻസിന്റെ എനർജി ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അല്ലേ തെരേസ്യൻ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കൽ കൂടി എല്ലാ തെരേസ്യൻസിനും ഇവിടുത്തെ യൂണിയൻ മെമ്പേഴ്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഞങ്ങളുടെ സാഹസൻ ടീമിന്റെ വക ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പേസ് തന്ന ഞങ്ങളുടെ മൂവി പ്രൊമോട്ട് ചെയ്യാൻ. ആൻഡ് ഞങ്ങൾക്ക് വന്നപ്പോൾ മുതൽ നിങ്ങൾ തരുന്ന എനർജി വാസ് അമേസിങ്. എപ്പോഴത്തെയും പോലെ നിങ്ങളുടെ എനർജിയെ ബീറ്റ് ചെയ്യാൻ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും പറ്റുമല്ലോ നിങ്ങൾ ഒരിക്കൽ കൂടെ പറയുന്നു. അപ്പൊ ഓഗസ്റ്റ് 8-ാം തീയതി ഏത് മൂഡ്? അപ്പോ പറ്റിയാൽ എല്ലാവരും പോയി കാണണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും പറയണം ഈ ഞങ്ങളുടെ സിനിമ ഒരു വലിയ വിജയമാക്കി തരണം എന്ന് തെരേസ്യൻസിനോടുള്ള ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. സോ തെരേസ്യൻസ്, താങ്ക് യു സോ മച്ച്. വി ലവ് യു. സോ മച്ച് തെരേസ്യൻസ്. അഭിമാനം കാത്തു സുരക്ഷിച്ചതിന്. അല്ലെങ്കിൽ ഇനി കാല് കയറുമ്പോഴേ പറയാം എന്ത് കോളേജാണ് ഇവരോട് വയ്ക്കും. ഇതിപ്പോ ഇവര് പറയാം അടിപൊളി കോളേജ് ആയിരുന്നെന്ന്. താങ്ക് യു സോ മച്ച് തെരേസ്യൻസ്. വൺ ഓഫ് അവർ സ്റ്റുഡൻറ് ഷാഹിന റംസാന് വേണ്ടിയിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റേജിൽ വിളിക്കുകയാണ്.